താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ടെറൈൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, വാണ്ടിവാഷ് യുദ്ധം 1760. സോ ടെറൈൻ യുദ്ധം 1191, ടെറൈൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, വാണ്ടിവാഷ് യുദ്ധം 1760. ഇത് മേ ബി അതൊരു ഈ യുദ്ധം നടന്ന കാലക്രമത്തിൽ എഴുതാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം, സെക്കൻഡ് ടെറൈൻ യുദ്ധം, തേർഡ് വാണ്ടിവാഷ് യുദ്ധം. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. സോ ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞിട്ട് ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. ചേരുംപടി ചേർക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിങ്സ്. സബ്സിഡറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മേയോ. ഓഗസ്റ്റ് ഓഫർ, ലിൻലിത്കോ. സോ 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിങ്സ്. സബ്സിഡറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മേയോ. ഓഗസ്റ്റ് ഓഫ്, ലിൻലിത്കോ. വാർസോ ഉടമ്പടി നിലവിൽ വന്നത് 1955. വാർസോ ഉടമ്പടി 1955. ചേരുംപടി ചേർക്കുക. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, സ്ത്രീ വിദ്യാപോഷിണി. ശ്രീനാരായണ ഗുരു, ദൈവദശകം. ചട്ടമ്പിസ്വാമി, അദ്വൈത ചിന്താ പദ്ധതി. കെ പി കറുപ്പൻ, ആചാരഭൂഷണം. കെ പി കറുപ്പൻ ആചാരഭൂഷണം, ചട്ടമ്പിസ്വാമി അദ്വൈത ചിന്താ പദ്ധതി, ശ്രീനാരായണ ഗുരു ദൈവദശകം, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, സ്ത്രീ വിദ്യാ പോഷിണി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം ഏതാണ്? ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, കുറിച്യ ലഹള. ആറ്റിങ്ങൽ ലഹള, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, കുറിച്യ ലഹള. ചേരുംപടി ചേർക്കുക. തത്വബോധിനി സഭ, ദേവേന്ദ്രനാഥ ടാഗോർ. റഹനുമായി മസ്തായൻ സഭ, നവറോജി ഫർഡോൻജി. ധർമ്മസഭ, രാധാകാന്ത് ദേവ്. സേവാ സദൻ, ബി എം മലബാറി. ഇത് നമുക്ക് എല്ലാ ഓപ്ഷൻസും അറിയില്ലെങ്കിലും തത്വബോധിനി സഭ നമുക്കറിയാം ദേവേന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ തന്നെ സേവാ സദന് ബി എം മലബാറി, ധർമ്മസഭ രാധാകാന്ത ദേവ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ ഏതെല്ലാം? ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്, രാജകൊട്ടാരം. ഖാൻ ഇ സമൻ, രാജകൊട്ടാരം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? ഊർജ സ്രോതസ്സിൻ്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും, വ്യാഖ്യാനവും വിശകലനവും. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രം ശാഖ ജിയോഡസി. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോഡസി. ചേരുംപടി ചേർക്കുക. ആരവല്ലി നിരകൾ, ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. നർമ്മദ താഴ്വര, റിഫ്റ്റ് താഴ്വര. ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. കിഴക്കൻ തീരം, കാവേരി ഡെൽറ്റ. എല്ലാം ചേരുംപടി ചേർത്തതും ശരിയായ ആൻസേഴ്സ് ആണ്. ആരവല്ലി നിര ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ, നർമ്മദ താഴ്വര, റിഫ്റ്റ്
താഴ്വര. ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സംവിധാനമാണ് ജെറ്റ് സ്ട്രീം. ജെറ്റ് സ്ട്രീം ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഉയർന്ന സംവഹന സംവിധാനമാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം 964. 2011 പ്രകാരമുള്ള സെൻസസിൽ കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം 964. നമ്പേഴ്സ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാരണം 946 തരികയാണെങ്കിൽ ഒരു തെറ്റ് പറ്റാൻ പാടില്ല. 964. ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിച്ചിരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽക്കലും വാങ്ങലും മുഖേനയാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ വിദേശ നാണയത്തിൻ്റെ ശേഖരവും സൂക്ഷിപ്പും കൈകാര്യമൊക്കെ RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങളിൽ RBI സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഉള്ളപ്പോഴും അതുപോലെ തന്നെ ഡിഫ്ലേഷൻ വരുന്ന സമയത്തും ഇങ്ങനെ നമ്മുടെ ലിക്വിഡിറ്റിയെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചെലവിൻ്റെ ഒറ്റയ്ക്ക് ഏറ്റവും വലുത്? പലിശ അടവുകളാണ് സർക്കാരിൻ്റെ പൊതുചെലവുകളിൽ ഏറ്റവും വലുത്. അതായത് പ്രീവിയസ് ഇയേഴ്സിൽ വാങ്ങിയിട്ടുള്ള ലോൺസിന് തിരിച്ചടയ്ക്കാവുന്ന പലിശയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതലായി വരുന്ന പൊതുചിലവ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ് എന്ന പ്രസ്താവന ശരിയാണ്. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമാക്കിയത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത്? വികേന്ദ്രീകൃതമായ ഭരണത്തിൻ്റെ വ്യാപനമാണ് അടിസ്ഥാന ലക്ഷ്യമല്ലാത്തത്. അടിസ്ഥാന ലക്ഷ്യങ്ങൾ ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക, ദേശീയ ഏകീകരണവും ദേശനിർമ്മാണവും, ഫെഡറൽ പോളിസി നിയന്ത്രിക്കുക. ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക, ദേശീയ ഏകീകരണവും ദേശനിർമ്മാണവും, ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് വാചകങ്ങളിൽ അസേർഷനും റീസണും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. അസേർഷൻ: സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ. രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ വരുത്തുവാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. എയും ആറും, അതായത് അസേർഷനും റീസണും ശരിയാണ്. പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല. എയും ആറും ശരിയാണ്. പക്ഷേ അത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് തമ്മിലൊരു കണക്ഷൻ ഇല്ല. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകൾ ആണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ലോക്സഭയിൽ ചുരുങ്ങിയത് 2 സീറ്റുകളിൽ വിജയിക്കുകയും ആ അംഗം 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യണം. ലോക്സഭയിൽ നിന്ന് ചുരുങ്ങിയത് 2% സീറ്റുകൾ. ലോക്സഭയിൽ ആകെ 543 സീറ്റാണ്. അതിൽ 2% സീറ്റിൽ വിജയിക്കണം. ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം. അതായത് ഒരു സംസ്ഥാനത്തിൽ നിന്ന് മാത്രം 5, 6, 7% കിട്ടിയത് കൊണ്ട് കാര്യമില്ല. ദേശീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അടിവേരുകളുള്ള പാർട്ടിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റ്, 2% വോട്ടല്ല, 2% സീറ്റിൽ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ആസാം റൈഫിൾസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് എന്നിവ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവയല്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്?
ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്ന പ്രസ്താവന തെറ്റാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ശരിയായ പ്രസ്താവന നോക്കാം. ഒരംഗത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം 70 വയസ്സാണ്. ഒരു ചെയർപേഴ്സണും മറ്റ് 8 അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ. ഒരു ചെയർപേഴ്സണും മറ്റ് 8 അംഗങ്ങളും. ലോക്പാലിലെ അംഗങ്ങളിൽ 50% ആൾ ന്യായാധിപന്മാരായിരിക്കും. ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കും 50%. ഒരു ചെയർപേഴ്സണും മറ്റ് 8 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കുക. ഇവർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവർ നിയമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാനാണ് പ്രധാനമന്ത്രി. റിട്ടയർമെൻറ്റ് ഏജ് 70 വയസ്സാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലായിരുന്നു. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, BL മിറ്റർ, KM മുൻഷി എന്നിവർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? 300Aയിലാണ് നമ്മുടെ സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയത്. അത് 44ാം അമെൻമെൻറ്റിലൂടെയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടൽ. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ ശമ്പളത്തിലും മറ്റ് ആനുകൂല്യത്തിലുമുള്ള കുറവ്. സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും. ന്യായാധിപരുടെ ശമ്പളത്തിൽ കുറവ് വരും. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കുവാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക എന്നത് ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരുന്നത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ നികുതി വരുമാനം വീതിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുക. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് നൽകേണ്ടുന്ന ഗ്രാന്റ് ആൻഡ് എയ്ഡ്സ് നിർണ്ണയിക്കുവാനുള്ള തത്വങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൺസോളിഡേറ്റഡ് ഫണ്ട് കൂട്ടുവാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലായിരുന്ന സംജ്ഞ ഏതാണ്? സെക്യുലർ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. സോവറൈൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നിവ 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിലുണ്ടായിരുന്നു. സ്നാച്ച് എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരോദ്വഹനം. 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയ. MT വാസുദേവൻ നായരുടെ മഞ്ഞ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. MT വാസുദേവൻ നായരുടെ നോവലാണ് മഞ്ഞ്. അതിലെ കഥാപാത്രമാണ് വിമലാദേവി. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൊടിയേറ്റം. ഭരത് ഗോപിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കൊടിയേറ്റം എന്ന സിനിമയ്ക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമടക്കായലിൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിൽ വെച്ചിട്ടാണ്. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പൻ്റെ തൂലികാനാമം കോവിലൻ. VV അയ്യപ്പൻ കോവിലൻ. 2018 ഏഷ്യൻ ഗെയിംസിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്തോനേഷ്യ. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമ മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഓസ്ട്രേലിയ. 2018 കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ONV കുറുപ്പ്. ഇമ്പാക്റ്റ് പ്രിന്റ് വിഭാഗത്തിൽപ്പെടുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിന്റ്. സമൂഹമാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. FIFO സ്കെഡ്യൂളിംഗ് എന്നാൽ നോൺ പ്രീ എംപ്റ്റീവ് സ്കെഡ്യൂളിംഗ്. വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഗേറ്റ്വേ. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചേർത്തുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലെ സൈബർ കുറ്റകൃത്യമാണ്? 65. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത്. 65. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത്. വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധനത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക ആഗോളതാപനം നിയന്ത്രിക്കാൻ ചെയ്യാവുന്നതാണ്. പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ. STI പോളിസിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിയന്ത്രിക്കുന്ന പോളിസി. മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ISRO സ്ഥാപിതമായത് 1962 എന്നത് തെറ്റാണ്. 1969 ISRO സ്ഥാപിതമായത്.
ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു. ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു. R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കാൻ 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതിയാണ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. റെഡ് പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBDയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏത്? കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. തെറ്റില്ലാത്ത പദങ്ങൾ: ക്രീഡ, കാഠിന്യം. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടിത്തമാണ്. കുട്ടിത്വമല്ല, കുട്ടിത്തമാണ്. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ചലത് പ്ലസ് ചിത്രം. ചലച്ചിത്രം, ചലത് പ്ലസ് ചിത്രം. ചല പ്ലസ് ചിത്രമല്ല, ചലത് പ്ലസ് ചിത്രം. തിന്നതും തീരും, കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ദാനത്തിൻ്റെ മഹാത്മ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാഠിന്യം എന്ന പദത്തിൻ്റെ വിപരീതം ലളിതം, മൃദു. കടൽ പര്യായമല്ലാത്തത് നിമ്നക. കടലിൻ്റെ പര്യായം പാരാവാരം, അർണവം, ആഴി. കടലിൻ്റെ പര്യായം പാരാവാരം, അർണവം, ആഴി. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലി ഉരുളക്കുപ്പേരി, പകരത്തിനു പകരം. ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഗൃഹിണി. കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നതിലെ ഘടകപദം എങ്കിലും. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി ഒന്നാമത്തെ വാക്യമാണ് ശരി. സൃഷ്ടാവ്. സൃഷ്ടാവ് എന്നതാണ് സൃഷ്ടി നടത്തുന്നവൻ. സൃഷ്ടാവല്ല, സ്രഷ്ടാവ്.